ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നോമ്പിന് എന്തായാലും ഒരു ദിവസമെങ്കിലും തരികാച്ചി ഇത് ഉണ്ടാക്കാണ്ടിരിക്കില്ല അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിക്കുക. ഈ പാല് തിളച്ച് വന്നിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ബദാം ചേർക്കണം. അപ്പോൾ ഒരു 50 ബദാം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു റെസിപ്പി ബദാമിലല്ലാണ്ട് വേണമെങ്കിൽ കാഷ്യൂനട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബദാം മിൽക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കാം, ചൂടോടെയും കഴിക്കാം. നോമ്പ് ഇപ്പം ഭയങ്കര ചൂട് സമയമാണ്, അപ്പോൾ എല്ലാവർക്കും നല്ല തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. ഇപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സേമിയ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സാധാ സേമിയാണുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ ഇതൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നല്ലോണം കുറുക്കിയെടുത്തതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 1-2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു മധുരം നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം. ഇപ്പോൾ ചൂടോടെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ തരികാച്ചിൻ്റെ അകത്ത് നെയ്യും ഉള്ളിയും കാച്ചി ഒഴിക്കുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ ചെറിയ പീസ് ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം. താങ്ക്